പിന്നീട് ആണ് വട്ടശ്ശേരി തിരുമേനി മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ ചെല്ലുന്നത്. അന്നേരം അബ്ദുള്ള പാത്രീസ് ആണ് അത് യെറുസലേമിൽ ചെന്ന അടുത്ത് ടർക്കിയിലേക്ക് എല്ലാം നിവൃത്തിയില്ല. കാരണം ഇദ്ദേഹം അന്ന് യെറുസലേമിലാണ് ഇരിക്കുന്നത്. അതെ, ഇദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ നിവൃത്തിയില്ല, അവിടെ ജനം എതിർപ്പില്ലേ. ഇദ്ദേഹം പാത്രീസ് ആണെങ്കിലും ആസ്ഥാനത്ത് പോയിട്ടില്ല, അവിടെയാണ് ഇരിക്കുന്നത്, യെരുശലേമിലാണ്. അപ്പൊ വട്ടശ്ശേരി തിരുമേനി യെരുശലേമിൽ പോയാണ് പട്ടമേറ്റത്. അപ്പൊ യെരുശലേമിൽ ചെന്ന് പട്ടമേറ്റു. അത് എന്തുകൊണ്ടാണ് അന്നേരം ഈ തുർക്കിയിൽ പോകാതെ അവിടെ പോയത്? തുർക്കി സുൽത്താൻ മറ്റേ അദ്ദേഹത്തെ പാത്രീസായിട്ട് അംഗീകരിക്കില്ല, നമ്മള് തലവെട്ടിക്കളയില്ലേ, എന്ത് ചെയ്യാൻ. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അതിന് പകരം യെരുശലേമിൽ പോയി അന്നത്തെ. എന്നിട്ട് ഇനി അദ്ദേഹത്തിന് വേറെ വലിയ പരാതി ഉണ്ട്. അടുത്ത കേട്ടാ, തലയിൽ കൈവച്ചപ്പോ ആരാ കൈ. അതിലേക്ക് വരാം. അപ്പൊ നമ്മള് ഇപ്പോൾ സംഭവിച്ചിരിക്കും, വട്ടശ്ശേരി തിരുമേനി പോകുന്നു, ആ കൂട്ടത്തിൽ വേറെ ഒരാളും കൂടെ പോയി തിരുമേനി ആയില്ലേ? രണ്ടുപേരല്ലേ പോയി? രണ്ടുപേര് പോയ മറ്റാൾ തിരുമേനിയായോ? ഇല്ല. ഓക്കെ. അപ്പം ഇദ്ദേഹം തിരിച്ചു വരുന്നു, മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് സ്ഥാനമേൽക്കുന്നു 1908. അതെ, 1908 ഇദ്ദേഹം പോകുന്നത്, തിരിച്ചു വരുന്നു. അദ്ദേഹം പാത്രീസ് ആകും 905. അപ്പൊ 8 ഇദ്ദേഹത്തിന് പട്ടം കൊടുക്കുന്നു. 11 അദ്ദേഹം 9 അദ്ദേഹം കൊണ്ട് വരുന്നു. 9 വരുന്നു, 10 തിരിച്ചു പോകുന്നു. 10 ഒരു വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. 11 മറ്റേദ്ദേഹം വരുന്നു, 12 തിരിച്ചു പോകുന്നു. അപ്പം ഈ വട്ടശ്ശേരി തിരുമേനി 1908 പോയി പട്ട വെക്കുന്നു, തിരിച്ചു വരുന്നു, അധികാരമേറ്റു ഇവിടെ മലങ്കര സഭയിലെ മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ പരിമല തിരുമേനിയാണ് ഈ സഭയെ ഒരു തീരത്ത് അടുപ്പിച്ചത്. അപ്പൊ ഈ പരിമല തിരുമേനിയുടെ കൂട്ടത്തിൽ പരിമലയിൽ താമസിച്ചിരുന്നവരാണ്. പരിമല തിരുമേനിയുടെ ശിഷ്യനായിരുന്നു ഈ വട്ടശ്ശേരി തിരുമേനി. അതേ കാലഘട്ടത്തിൽ തന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ ശിഷ്യനായിട്ടുണ്ടായിരുന്ന ആളാണ് ഗീവർഗീസ് തിരുമേനി ബാവ. അപ്പൊ ഇതെല്ലാം അവര് ആ ഒരു ലീനിയേജിലാണ് ഇവരെല്ലാം. അതെ, അതുകൊണ്ട് പരിമല തിരുമേനിയുടെ ആ ക്വാളിറ്റിയുടെ ഒരു വലിയ അംശം ഇവരിലൊക്കെ ഉണ്ട്. അതിൽ തന്നെ നമ്മൾ പലരും കാതോലിക്കായിട്ട്, ഈവൻ ഈ ഗീവർഗീസ് തിരുമേനി ബാവയുടെ ഏറ്റവും അടുത്ത ആ ഒരു അനുയായിയായിട്ടാണ് നമ്മുടെ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനി അറിയപ്പെടുന്നത്. അവരെല്ലാം ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആ ലീനിയേജിലാണ്. അപ്പൊ ആ ഒരു പരിശുദ്ധിയുടെ ഒരു അംശം ഇങ്ങോട്ട് ഇതിലേക്ക് നമ്മൾ പിന്നീട് ഭാവിയിലേക്ക് ഇങ്ങനെ മുന്നോട്ട് വരുന്നു. അപ്പം ഈ വട്ടശ്ശേരി തിരുമേനി പ്രത്യേകിച്ച് മലങ്കര മെത്രാപ്പൊലീത്ത ആവുന്നു. 1910 ഈ പറയുന്ന അബ്ദുള്ള പാത്രീസ് ഇവിടെ വന്ന് ഇദ്ദേഹവുമായിട്ട് കലഹം ആരംഭിക്കുന്നു, മുടക്കി. അതിനെക്കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാം. അത് അദ്ദേഹം ചെയ്തത് ഈ മലങ്കര സഭയുടെ സ്വത്തുക്കളുടെ എല്ലാം മേൽ ലൗകികമായ അധികാരം പാത്രീസിന് വെച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് വട്ടശ്ശേരി തിരുമേനി തയ്യാറായി. ആ ഒരൊറ്റ കാരണത്താലാണോ മുടക്കുന്നത്? അതെ, ആ ഒരൊറ്റ കാരണത്താൽ. അല്ല, അതിന് അവര് വേറെ എന്തെങ്കിലും നമ്മുടെ അനുസരിച്ച് അതിനെ പറയൂല്ലോ. അദ്ദേഹത്തിന്റെ മുടക്കിന് എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ടുള്ള കൽപ്പന ഈ IAS, നമ്മുടെ IAS കാരനായ അദ്ദേഹത്തിന്റെ പേര് അല്ല, കോശി, അതേ ആ കൽപ്പന ഇട്ടുണ്ട്. എന്താണ് മുടക്കിന് കാരണം 3-4 നമ്പർ എഴുതുന്നത്. അതപ്പേ തിരിച്ചു കാര്യം പറയാതെ കുറ്റം എന്താന്ന് പറയുന്നില്ല. ആത്മീയമായി, ലൗകികമായി, മറ്റത് അദ്ദേഹത്തിന് കൈവറ ഉണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവ കുറ്റമണിയായിട്ട് പറയാം. അതുള്ളൂ ഈ കൽപ്പന. കൈവറയുള്ള ഒരാള് പട്ടം സ്വീകരിച്ച് പിന്നീട് പുള്ളിക്ക് അത് പ്രായമാകുമ്പോൾ ഒരു അസുഖം വന്നാൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് കൂടായ കാണുമല്ലോ? ഒരിക്കലും ഇല്ല. കൈവറ എന്തിനാണ് അങ്ങനെ ഒരു കുറ്റം ആരോപിക്കുന്നത്? അല്ല, അത് ഒരു കുറ്റവും ആരോപിക്കാനില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുടക്കും? അങ്ങനെ മുടക്കാൻ പറ്റത്തില്ല. മുടക്കണ്ടേ, എങ്ങനെയും മുടക്കണല്ലോ. ഈ വട്ടശ്ശേരി തിരുമേനി വാസ്തവത്തിൽ മല്ലപ്പള്ളിക്കാരനായ ഒരു മല്ലൻ തന്നെയാണ്. ഒരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് ആത്മീയതയിൽ മാത്രമല്ല കഴിവ്, ഈസ് വെരി ഷ്രൂഡ്. ഈ കോടതിയിൽ അദ്ദേഹത്തെ വിസ്തരിച്ച അവസരത്തിൽ കൈവറയുണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് വക്കീല് വളരെ പണിപ്പെട്ടു. അങ്ങേക്ക് കൈവറ ഉണ്ടോ? ചോദ്യം. ഉണ്ട്. അത് അങ്ങേക്ക് കൂദാശ കാര്യങ്ങൾ നടത്താൻ തടസ്സമല്ലേ? തടസ്സമല്ല. തടസ്സമല്ല. തിരുമേനി മറുപടി, ഞാൻ ഒരു ഗ്ലാസ് നിറയെ വെള്ളം അങ്ങയുടെ കയ്യിൽ തന്നാൽ ആ വെള്ളം
തുളുമ്പി താഴെ പോകാതെ മേശപ്പുറത്ത് വെക്കാമോ? അടുത്ത ചോദ്യം. വക്കീലിന്റെ ചോദ്യം. എന്തായിരിക്കും? നമ്മളൊക്കെ ആണെങ്കിൽ മറുപടി പറയും. നമ്മൾ പരിശ്രമിക്കും, വേണേ വെക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വെക്കാൻ നോക്കട്ടെ എന്ന് പറയും. ചിലപ്പോൾ തേടിപ്പോയി എന്ന് വരാം എന്നൊക്കെ പറയും. തിരുമേനി എന്താ പറയുന്നറിയോ? ഞാനിവിടെ വന്നിരിക്കുന്ന അഭ്യാസം കാണിക്കാനല്ല, കോടതിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനാണ്. അപ്പൊ പിന്നെ ജഡ്ജി ഒന്നും പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ ദൈവം മലങ്കര സഭയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്നതാണ്. പക്ഷെ ഇവരിപ്പോ ആരോപിക്കുന്നത് അദ്ദേഹമാണ് ഇതെല്ലാം കളിക്കുന്നത്. അല്ല, ഇദ്ദേഹം ഒരു പരിശുദ്ധനേ അല്ല. ഇദ്ദേഹം അങ്ങനെ പറയേണ്ടി വരുമല്ലോ. അല്ല, കോടതിയിൽ കള്ളം പറഞ്ഞ ഒരു കള്ളനാണ് അദ്ദേഹം എന്നാ പറയുന്നത്. അല്ല, വേറൊരു ചോദ്യം. അദ്ദേഹത്തെ മുടക്കിയത് സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല. കാരണം എക്സ്പ്ലനേഷൻ ചോദിച്ചില്ല എന്ന വാദം തന്നെ ഖണ്ഡിക്കാനായിട്ട് വക്കീൽ ചോദിച്ചു. ഏദന്റെ പർദീസയിൽ ആദാമിനെയും ഹവ്വായെയും ദൈവം ശിക്ഷിച്ചോ? എക്സ്പ്ലനേഷൻ ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. കാരണമുണ്ട്. ആദാം കുറ്റം സമ്മതിച്ചു. ആദാം കുറ്റം സമ്മതിച്ചു. തിരുവനന്തപുരം പറഞ്ഞു ആദാം കുറ്റം സമ്മതിച്ചു. ഞാനിവിടെ കുറ്റം ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എക്സ്പ്ലനേഷൻ ചോദിക്കണം. എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒക്കുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം അത് ഒരു കള്ളമാണ്. അത് കള്ളമാണ്. എങ്ങനെയാ? അത് സത്യമാണ്. അത് പറയേണ്ടതാണ്. അത് പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. അപ്പം ഞാൻ അച്ഛനോട് വേറൊരു കാര്യം ചോദിച്ചത്. അപ്പൊ ഈ പുതിയ കുറെ നവ പാത്രിക ഭക്തന്മാരുണ്ട്. അവര് പറയുന്നത് ഈ വട്ടശ്ശേരി തിരുമേനി ഒരു കോടതിയിൽ കള്ളം പറഞ്ഞ ആളെങ്ങനെയാണ് പരിശുദ്ധനാകുന്നത് എന്നുള്ളൊരു തർക്കമുണ്ട്. അപ്പൊ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ മുമ്പേ അച്ഛൻ വന്ന വിഷയത്തിലേക്ക്. കോടതിയിൽ കള്ളം പറയേണ്ടി വരുന്ന സാഹചര്യം എന്താ? അദ്ദേഹം കുമ്പിട്ടിരിക്കുമ്പോൾ മെത്രാച്ചന്മാരും പാത്രികീസും കൂടെ ഉണ്ട്. ആരാ തലയെ കൈവച്ചെന്ന് അത് ചോദിച്ചു. ആ ചോദ്യത്തില് തിരുമേനി നേര് പറഞ്ഞു എന്ന് വിചാരിക്കുക. പാത്രികീസാണ് കൈവച്ചെന്ന് തിരുമേനിക്ക് അറിയാം. എനിക്ക് അറിയാവുന്ന പറയുള്ളൂ, കണ്ടിട്ടില്ല. തിരുമേനി അതേ പറഞ്ഞോളൂ, ഞാൻ കണ്ടിട്ടില്ല. തിരുമേനി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്നേ പറഞ്ഞോളൂ, അല്ലാതെ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞില്ല. അല്ല, അറിയണമെങ്കിൽ കൈവച്ചിരിക്കുന്ന ആരാന്ന് ഞാൻ എല്ലാരും ഉണ്ട്, 3-4 പേര് ചുറ്റും നിൽക്കുന്നു. അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അതായത് ഇതിനകത്തായിരുന്നു കാപ്പയ്ക്കകത്ത്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടു എന്നുള്ള ചോദ്യമല്ലേ വരും. തീർച്ചയായിട്ടും വരും. നിങ്ങൾ അങ്ങനെ ഒരു ഉത്തരം പറയിപ്പിക്കാതിരിക്കാൻ ബുദ്ധിശക്തി ദൈവം അദ്ദേഹത്തിന് കൊടുത്തതുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മല്ലപ്പള്ളിയിൽ നിന്നൊന്ന് മല്ലൻ. അല്ല, അപ്പൊ അദ്ദേഹം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. കാര്യം അദ്ദേഹം കണ്ടില്ല. അല്ല, അദ്ദേഹം കള്ളമല്ലല്ലോ പറയുന്നത്. അദ്ദേഹത്തിന് യുക്തിപരമായി പറയാനത് പറ്റും. കീപ്പോട്ട് നോക്കി കുനിഞ്ഞിരിക്കുന്ന ഒരാളെ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയും. പുറകിൽ കണ്ണുണ്ടോ? അപ്പൊ നിങ്ങൾ കള്ളമല്ലേ പറഞ്ഞത് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ കള്ളമല്ലേ എന്നാവും. അല്ല, അങ്ങനെയാണെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു കള്ളമാകുന്നത്. അതെ, ഇത് കള്ളമല്ല പറഞ്ഞു. ഇതല്ല പറഞ്ഞു. അപ്പൊ അതായത് ഈ പുതിയ പാത്രിക ഭക്തന്മാർക്ക് അച്ഛന് കൊടുക്കാനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുമേനി ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, പറയുകയില്ല. ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ ഇത് അങ്ങനെ ഇന്നയാളാണ് തന്നതെന്ന് പറഞ്ഞാലാണ് കള്ളമാകുന്നത്. അതെ, ഞാൻ കണ്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ പുതിയ എന്റെ ഒരു അറിവനുസരിച്ച് ഇദ്ദേഹത്തിനോട് രണ്ടാമത് പിന്നെ ചോദിക്കുന്നുണ്ട് ഈ കോടതിയിൽ അഡ്വക്കേറ്റ്, നിങ്ങൾക്ക് പട്ടം തന്നത് ആരായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അബ്ദുള്ള പാത്രികീസിന്റെ പേര് പറയിപ്പിക്കാൻ വേണ്ടിയാ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അബ്ദുള്ള പാത്രികീസ് ആണ് അന്നത്തെ പാത്രികീസ്, അപ്പൊ അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ കുഴപ്പം? അപ്പം അദ്ദേഹം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഞാൻ എപ്പോഴും പറയും, ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ ഓർത്തഡോക്സ് സഭയില്ല. ഒരു സത്യം പറഞ്ഞാൽ യാക്കോബായ സഭയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട് അച്ഛാ, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വട്ടശ്ശേരി തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ 2002 തോന്നുന്നു അല്ലേ? പരിമല തിരുമേനിയെ 1947. ഇപ്പം ഈ പുതിയ ഈ പാത്രിക ഭക്തന്മാരുടെ മറ്റൊരു ആരോപണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് എല്ലാം ഈ ഓർത്തഡോക്സുകാരാണ്. പരിമല തിരുമേനിയെയും കോതമംഗലത്ത് ബാവായെയും പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഗീവറീസ് തിരിയൻ ബാവായാണ് 1947. അന്ന് ഈ 47 മുതൽ ഇത്രയും വർഷമായപ്പോഴാണ് ഇവരെല്ലാം ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയത്. പക്ഷെ ഈ വട്ടശ്ശേരി തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് മാത്യൂസ് ദിദിയൻ ബാവയാണ്. അവിടെ ഇപ്പൊ ഇവരുടെ ഇവർ ഈ എന്ത് വ്യാജവും പറയുകയും എന്ത് വൃത്തികേടും ആരെക്കുറിച്ചും പറയുന്നവരായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അച്ഛനോട് ഇപ്പം അവര് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം എന്റെ ഒരു അറിവിൽ ഉള്ളത് ഞാൻ അച്ഛനോടൊന്ന് ഷെയർ ചെയ്യാം. അതായത് ഇപ്പൊ ഇവർ പറയുന്നത് അവിടെ എങ്ങും ആരും പോകുന്നില്ല, അവിടെ പൂച്ച വിറ്റ് കിടക്കാന്നാണ് ഇവര് ഈ ഓർത്തഡോക്സുകാരെ കുറിച്ച് പറയുന്നത്. അല്ല, അവര് പോയി അത് കണ്ടു, പൂച്ച വിറ്റ് കിടക്കാം.
അവരങ്ങനെ പോയി നടക്കാണല്ലോ. അതെ അതെ, അവര് കണ്ടു കാണും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയത്തില്ലല്ലോ അല്ലേ. പഴയ സെമിനാറിലാണല്ലോ. അതെ, പഴയ സെമിനാറിലാണ് പൂച്ചവെച്ചെടുക്കല്ലേ. അതെ. അപ്പൊ അതിനൊന്നും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നേ പാത്രിക് വിഭാഗക്കാരിലെ പല ആളുകളും പറയുന്നതിന് മറുപടി കൊടുക്കുകയോ അത് കേട്ടതായി ഭാവിക്കുകയോ ചെയ്യാൻ മലങ്കര സഭാ മക്കൾ തുനിയരുതെന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛൻ ചോദിച്ചത് വളരെ കറക്റ്റാണ്. ഇപ്പം ഒരാള് അവിടെ പൂച്ച വെറ്റി കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം കണ്ടിരിക്കണം ഈ പൂച്ച വെറ്റി കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കണം. നമ്മളവിടെ പോകാത്തവരും കാണാത്തവരാണെങ്കിലേ ശരിയാ. അതെ, അത് ശരിയാ. നമ്മൾ പോയപ്പോ അവിടെ നമ്മൾ കണ്ടില്ല, നമ്മളവിടെ പലരും വരുന്നത് കണ്ടു. അപ്പം ഈ ഇങ്ങനെയുള്ള വ്യാജ ആരോപണങ്ങളുടെ ഒക്കെ അടിസ്ഥാന കാരണം എന്തായിരിക്കും അച്ഛൻ വിചാരിക്കും? അതായത് ഒന്ന് പരാജയം, സത്യം പറയാനില്ല. ഇല്ല, ഞാൻ ഈ കക്ഷി തിരിയുന്ന കാലത്ത് പറഞ്ഞു ഒരു സത്യം എനിക്ക് താ, ഞാൻ ആ കച്ചി തിരുമ്പി പിടിച്ച് യാക്കോബായ വിഭാഗത്തിൽ നിൽക്കാം. എൻ്റെ പള്ളിയിൽ എൻ്റെ ആളുകൾ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. എനിക്ക് അവരോട് അവരെ വാസ്തവത്തില് അജ്ഞത കൊണ്ടാണെങ്കിൽ അവർ വിട്ടുപോയതിൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര വേദനയാണ്. അപ്പൊ ഈ പള്ളിയിൽ ഈ തർക്കം ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ഒരു ചോദ്യം ഇവിടെ വന്നു. ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളൊന്നും എനിക്ക് തരണ്ട, ഒരു സത്യം എനിക്കിത് കിട്ടിയാൽ മതി. ആ കച്ചി തിരുമ്പി പിടിച്ച് ഞാൻ ഇതിനകത്ത് കയറിക്കോളാം. ഇതുവരെ ആരും പറഞ്ഞില്ല. ഇല്ല.